ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ലൈഫിൽ നിന്ന് ഒരുപാടധികം സമയമെടുത്ത് ഞാൻ പഠിച്ച രണ്ട് കാര്യങ്ങളാണ്. ഈ ഒരു രണ്ട് കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് സക്സസ് ആകാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്കൊരു ലൈഫിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മേഖല എത്തിപ്പിടിക്കണം എന്നുണ്ടെങ്കിലും അതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ആ രണ്ട് കാര്യം എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ. ഇത് രണ്ടും ഇല്ലാതെ നമുക്കൊരു ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അതായത് ഇന്ന് ചെയ്താൽ നാളെ ചെയ്യാതിരിക്കുക, മറ്റന്നാൾ ചെയ്താൽ അതിൻ്റെ നാളെ ചെയ്യാതിരിക്കുക, അങ്ങനെ പാടില്ല. എല്ലാ ദിവസവും ചെയ്യണം. നമുക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ പോലും നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെടണം. നമ്മൾ ഈ നോക്കിയാൽ മതി, നമ്മളൊരു ഇപ്പോൾ ഉയർന്ന നിലയിലിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ ലയണൽ മെസ്സി, ഇവരൊക്കെ ചെറുപ്പത്തിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അവരൊക്കെ എങ്ങനെയായിരുന്നു. അവർക്ക് കിട്ടിയ ഒരു സമയം പോലും അവർ വേസ്റ്റ് ചെയ്യില്ല. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൊണാൾഡോനെ ഞാനിപ്പോൾ ഇത് വെച്ചാൽ റൊണാൾഡോനെ നോക്കിയത് തന്നെ മതി. ഇപ്പോഴും അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രെയിനിങ് എടുക്കുന്നുണ്ടാവും, വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലേ നമുക്ക് വീണ്ടും സക്സസ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കൺസിസ്റ്റൻസി വേണം. അതായത് നമ്മൾ പറയും വലിയ ബിസിനസ്മാൻമാരായാലും പിന്നെ അവർ എന്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം തോറ്റുപോകും. ഒരു സമയത്ത് നോക്കിയ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു. അവരോട് പറഞ്ഞതാണ് ടച്ച് വരാൻ തുടങ്ങിയിരിക്കണം, അതിലേക്ക് മാറിക്കോ പറഞ്ഞിട്ട് അവർ അതിലേക്ക് മാറിയില്ല. പിന്നെ എന്ത് സംഭവിച്ചു? ഇടിഞ്ഞ് താഴോട്ടാണ് പോയി നോക്കിയ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം. നമ്മൾ ഈ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ലോകം ഇപ്പോഴും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാണെങ്കിലും AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ഒരുപാടധികം, ഇനിയിപ്പോൾ ഒരു സംഭവം കൂടി ഉണ്ട്, ഓർക്കോയിഡ് ഇൻ്റലിജൻസ് എന്ന്, അങ്ങനെ ഒരുപാടധികം. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയണത്, സയൻസ് എന്ന് പറഞ്ഞാൽ അത് ചില്ലറ കാര്യമല്ല. അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമ്മളൊരു കാര്യം പറയാം. കുറേ കാലം മുന്നേ ഒരാളുണ്ടായിരുന്നു. ആളെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയാനോ ഡാവിഞ്ചി. അപ്പോൾ ഇയാൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു ഗൈസ്. അതായത് ഇയാൾക്ക് ചിറകുകൊണ്ട് അയാൾക്ക് പറക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പണ്ട് ഇതേപോലെ പറക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് രണ്ടാൾക്കാർ വിമാനം കണ്ടുപിടിച്ചു. അതേപോലെ ഒരാൾക്ക് മറ്റൊരു വ്യക്തിയോട് ദൂരത്ത് നിന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് ടെലഫോൺ കണ്ടുപിടിച്ചു. ഇങ്ങനെ നമുക്കൊരാഗ്രഹം തോന്നും, ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നും. ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി ആ വ്യക്തി കഷ്ടപ്പെട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് റിസർച്ച് ചെയ്ത് അവസാനം ആ വ്യക്തി ആ ഒരു ഇത് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെയാണ് ഒരുപാടധികം ശാസ്ത്രജ്ഞന്മാരും. ഇപ്പോൾ ഒരു പണ്ടത്തൊക്കെ പറയാൻ ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനില്ല, അദ്ദേഹം എവിടെന്നെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, ഇതെന്ത് സംഭവം എന്ന് ആൾക്കൊരു ഇത് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആൾ എത്തിപ്പിടിച്ച് കൺസിസ്റ്റൻ്റ് ആയി വർക്ക് ചെയ്ത് അവസാനം ആ ഒരു സംഭവം നേടിയിട്ടുണ്ടാവും. അതേപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ തലമണ്ടയ്ക്ക് ഒരു ആപ്പിൾ വീണു. ആ സമയത്ത് ആൾ ചിന്തിച്ചു, ഇതെങ്ങനെ ഈ ആപ്പിൾ ഇങ്ങോട്ട് വന്ന് ആൾ ചിന്തിച്ചാൽ തുടങ്ങി. നമുക്കുമാണ് ഇപ്പോൾ നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചിന്തിക്കുകയാണ്. ഇപ്പോൾ ഈ കാറുകളൊക്കെ പോകുന്ന റോട്ടിൽ കൂടിയല്ലേ, നമുക്കെന്താ ആകാശത്തിൽ കൂടി കാറ് പറത്തിക്കൊണ്ടുപോയാൽ ട്രാഫിക് ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് എല്ലാവർക്കും പോവുകയും ചെയ്യാം എന്ന് പറയാം. അപ്പോൾ നിങ്ങളറിയാം ഇതൊരു ഫാൻറ്റസി അല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ പോസിബിൾ ആവുമെന്ന്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, പോസിബിൾ ആവില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ഇമ്പോസിബിൾ എന്ന് ഞാൻ പറയില്ല. പക്ഷെ പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും. അതായത് നമ്മളതിനു വേണ്ടി നന്നായിട്ട്, ഇപ്പോൾ പണ്ട് പറഞ്ഞില്ലേ ചന്ദ്രനിക്ക് കാലുകുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്പേസിലേക്ക് പോകാൻ വരെ പറ്റുമോ എന്ന് ആളുകൾ ചോദിച്ചു. പക്ഷെ നമ്മൾ പോയില്ലേ. അതാണ് നമ്മൾ പറയും ഇത് നടക്കൂല എന്ന്. ബട്ട് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അത് പറ്റും. നമ്മൾ പറയും ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും മിസ്റ്ററിയാണ്. ഏലിയൻസ് ഉണ്ടോ, അതുപോലെ തന്നെ ചൊവ്വയിൽ ജീവിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ഇപ്പോഴും നിഗൂഢതയാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. പണ്ടാരോട്ടെ എന്തൊരു കാര്യം, മെർമെയ്ഡ്, എനിക്ക് ഇപ്പോഴും സംശയം ഉണ്ട് കേട്ടോ അതിനെ പറ്റിയിട്ട്. മെർമെയ്ഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. സത്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നില്ല. മെർമെയ്ഡ് പറഞ്ഞ സംഭവം ഈ ലോകത്തില്ല. എന്തോ മത്സ്യകന്യക എവിടുന്നോ ഒരു ഫാൻറ്റസി വന്നു. അതായത് പകുതി മനുഷ്യനും പകുതി മീനും എന്ന് പറഞ്ഞിട്ട് എവിടുന്നോ ഒരു കള്ളക്കഥ വന്നു. ആ ഒരു സംഭവം പിന്നീട് വലിയ ഇതായി, അങ്ങനെ വിചാരിച്ചു. അതുപോലെ ഏലിയൻസ് ചിലപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ആവാം. ചിലപ്പോൾ ഏലിയൻസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, ഈ സ്പേസും അതുപോലത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ അതല്ല. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ഒരു കാര്യം നോക്കിയാൽ മതി. ഇയാൾ ഇതൊരു റീലിൽ പറയുന്നുണ്ട്, ഒരു സമയത്ത് റീലിൽ എന്നല്ല അറിയാം, ഞാൻ റീലിൽ കണ്ടാണ്. അപ്പോൾ ഒരു ഇതിൽ പറയുന്നുണ്ട്, ഞാൻ നീക്കും വർക്ക് ചെയ്യും, വീണ്ടും ഉറങ്ങും, നീച്ചും വർക്ക് ചെയ്യും. ആളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുകൊണ്ടാണ് അയാളിപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ്, ലോകത്തിലെ ഏറ്റവും വലിയ
കോടീശ്വരൻ അയാൾ മാറുന്നത്. അത് ലോകത്തിൽ പണക്കാരിൽ ഏറ്റവും വലിയ പണക്കാരൻ ആരോ ചോദിച്ചാൽ അത് എലോൺ മസ്ക് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. അതെങ്ങനെ ആൾ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ കിട്ടിയ ആശയങ്ങൾ, അയാൾ കിട്ടിയ സംഭവങ്ങൾ, ഇതൊന്നും അയാൾ ഒരിക്കലും എന്ത് ചെയ്യൂല, അവിടെ വെച്ച് പുലർത്തില്ല. അയാളിങ്ങനെ അതിനുവേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ സംഭവം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചാണ്. ഇപ്പോൾ പോലും നിങ്ങൾ നോക്കുന്നുണ്ടാവും, ചൊവ്വയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ വേണ്ടി ആൾ ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾ ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, അയാളുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ആ ഒരു ലക്ഷ്യം എനിക്ക് നേടണം എന്നുള്ളത്. നമ്മളൊക്കെ മൈൻഡ് സെറ്റ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്താൻ പറ്റും. ആളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ആൾക്കൊരു പ്രശ്നമല്ല. ആളെ മനസ്സെന്ന് വെച്ചാൽ എനിക്ക് എന്ത് മറ്റുള്ളവർക്ക് നൽകും, എൻ്റെ മനസ്സും അതുപോലെ തന്നെയാണ്. വാട്ട് ക്യാൻ ഐ ഗീവ് ഫോർ യു. ഞാൻ ചിലർ നിങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നാണ് ചിലവർ ചിന്തിക്കുക, അല്ല എനിക്ക് എന്ത് ലഭിക്കും എന്നാണ് ചിലവർ ചിന്തിക്കുക. പക്ഷേ ഞാൻ എന്താ ചിന്തിക്കാറ്, നിങ്ങൾക്ക് എന്ത് ലഭിക്കും മീൻസ് ഞാൻ ഈ ലോകത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യും. അതേപോലെ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ബുക്ക് ഉണ്ട്, വാട്ട് ക്യാൻ ഐ ഗീവ്. ഇതിന്നാണ് എനിക്ക് ഈ ഒരു ആശയം കിട്ടിയത്. സോ അതുകൊണ്ട് ബുക്കുകൾ വായിക്കുന്നത് നമ്മളെ മെച്യൂരിറ്റി, അതുപോലെ നമ്മളെ അന്തം അറിയാം, നമ്മളെ ബുദ്ധി വർദ്ധിപ്പിക്കും. സോ അതുകൊണ്ട് ബുക്സുകൾ വായിക്കുക, പോഡ്കാസ്റ്റുകൾ കേൾക്കുക. സോ ഇതിപ്പോൾ ഒരു പെട്ടെന്ന് പടപടപടാറിന് പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ലോകമാണ്. സോ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ മടിയന്മാരായിട്ടിരിക്കരുത്, ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറയാം, ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ ഏതാണ്ട് എൻ്റെ ഒരു പ്രായത്തിൽ തന്നെ, എൻ്റെ ഒരു ഏജ് എന്ന് പറയുകയാണെങ്കിൽ 50 ഏജാണ്. ഈ ഒരു സമയത്ത് 13 വയസ്സ് മുതൽ തന്നെ മറ്റു രാജ്യങ്ങൾ നോക്കി എൻ്റർപ്രണർ, അതായത് ബിസിനസ് മാൻ ആവാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അത്രത്തോളം വായിക്കുന്നുണ്ട്. അവരതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പോൾ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഒരു അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടുണ്ട്, നമ്മുടെ ശീലങ്ങളാണ് ഒരുപക്ഷെ നാളെ നമ്മളെ നല്ലൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ച് നോക്കാം, അവരൊക്കെയാണ് ഈ ലോകത്തിനെ എങ്ങോട്ടോ കൊണ്ടുപോകും. അതായത് അവരുടെ അറിവ് വെച്ചിട്ടും അവരുടെ ബിസിനസ് വെച്ചിട്ടും അവരുടെ ആ ഒരു രാജ്യം അല്ലെങ്കിൽ ഈ ലോകമൊക്കെ അതിലൂടെയൊക്കെ നല്ലോണം മെച്ചപ്പെടും. ഒരു ഓൺട്രപ്രണർ ഈ ലോകത്തിന് നല്ലതാണ്, ഒരു സയൻറ്റിസ്റ്റ് ഈ ലോകത്തിന് നല്ലതാണ്, ഒരു ഡോക്ടർ നല്ലതാണ്. സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെപ്പോഴും നിങ്ങളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുക നിങ്ങളത്. പിന്നെ ഈ ഒരു സംഭവമുണ്ട്, എന്തുകൊണ്ടാണ് എല്ലാവർക്കും മാട്രിക്സ് എന്ന് മറ്റേ സംഭവം മാട്രിക്സ് എന്ത് സ്കൂളിന് പറയാൻ കാരണം സ്കൂളിൽ കുറേ ഫിസിക്സും ബയോളജിയൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഗുഡ്, അതൊക്കെ നല്ലത് തന്നെയാണ്. കാരണം സയൻസ് അതായത് അതൊക്കെ ഒരു നോളേജ് തന്നെയാണ്. ആക്ച്വലി അതൊരു അക്സെപ്റ്റ് ചെയ്യണം. എനിക്കൊരു നോളേജ് ഉണ്ട്, അതൊക്കെ എനിക്ക് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് ഫിസിക്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ ചില സമയത്തൊന്നും അത് നന്നായിട്ട് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് എനിക്കോട്, ഫിസിക്സിനോടും ബയോളജിനോടും കെമിസ്ട്രിനോടും. കാരണം വെച്ചാൽ സയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ പക്ഷേ സ്കൂളിൽ പക്ഷേ എല്ലാവർക്കും സയൻസിനോടെല്ലാം ഇഷ്ടം ഉണ്ടാവുക. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ചിലവർക്ക് ഡോക്ടറാവാൻ വേണ്ടി ചിലപ്പോൾ സയൻസ് പഠിച്ചാൽ ആവും. പക്ഷേ ഒരു നേരെ മറിച്ച് വേറെ കാര്യം ചിന്തിക്കുമ്പോൾ നമുക്ക് വേറെ ഒരുപാടധികം മേഖലകളുണ്ട്. നമുക്കൊരു പാട്ടുകാരനാവാൻ സ്കൂൾ പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു ഡാൻസർ ആവാൻ സ്കൂൾ പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അത് നമ്മളെ കൈവന്നാണ്, നമുക്ക് എന്താ ആവേണ്ടതെന്ന് വിചാരിച്ച് നമ്മൾ അതിന് വേണ്ടി കഷ്ടപ്പെടും. സ്കൂൾ ഒഴിവാക്കണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പുറമേ നിങ്ങളുടെ ആഗ്രഹം എന്താ, അതിനു വേണ്ടി നിങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. അതായത് സെപ്പറേറ്റ് ആയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒരു ബിസിനസ് മാൻ ആവാൻ വേണ്ടി നിങ്ങൾ ഒരു സ്കൂളത്തെ കാര്യം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഡാൻസർ ആവാൻ നിങ്ങൾ സ്കൂൾ പഠിച്ച് നിങ്ങൾ ഡാൻസർ ആവില്ല, അതിന് ഡാൻസ് പഠിക്കണ്ടേ? സോ അതേപോലെ നിങ്ങളുടെ ആഗ്രഹം എന്താ അത് ഈ റൊണാൾഡോ പറയുകയാണെങ്കിൽ റൊണാൾഡോ തൻ്റെ സ്കൂളിൽ എപ്പോഴും റൊണാൾഡോ ഫുട്ബോൾ കൊണ്ട് ഫുഡ് തിന്നാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതേപോലെ വേറെ കുട്ടിനോട് പറയാന്നിരിക്കട്ടെ, പാട്ട് പാടുന്നത് കൊണ്ട് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ അത് വെറും പൊട്ടത്തേറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ ആ വ്യക്തി ആ ഒരു കഴിവ്, പാട്ട് പാടേണ്ട കഴിവ് മെച്ചപ്പെടുത്തിയിട്ട് ആ വ്യക്തി വലിയൊരു സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ട് പണം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഫുഡ് വാങ്ങിക്കൂട്ടിയ ആൾക്ക്. ദാറ്റ്സ് സിമ്പിൾ, അത്രേ ഉള്ളൂ. കഴിവുകളെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹാർഡ് വർക്കിനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് സംഭവം നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്കൊരു കഴിവ് വേണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ആ കഴിവ് ഉറപ്പായിട്ടും നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഓൾറെഡി ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചാലും നമുക്ക് സക്സസ് ആവാൻ പറ്റും. സോ നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഒരുപാടധികം ഉണ്ട് ഇപ്പോഴും ലൈഫിൽ. സോ ഡോണ്ട് മിസ് യുവർ ലൈഫ്.